നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേരുടെ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നൽകുന്നത്. ആ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ റേക്കി പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് വരുന്ന ഒട്ടുമിക്ക മെയിലും റേക്കി പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെയിൽ അയക്കുന്നത്, അല്ലെങ്കിൽ ഹീലിംഗ് റിലേറ്റഡ് ആയിട്ട്. പക്ഷെ കൂടുതലും പഠിക്കാൻ വേണ്ടിയിട്ട് മെയിൽ അയക്കുന്നവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇത്രയേ ഉള്ളൂ: എന്തിനാണ് റേക്കി പഠിക്കുന്നത്? റേക്കി പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറുമോ? ഇതാണ് ചോദ്യം. ഇതേ ചോദ്യം ചോദിച്ച പല ആളുകളും ഇന്നെൻ്റെ സ്റ്റുഡൻസാണ്. അവർ അറ്റോൺമെൻറ്റ്, അതായത് ദീക്ഷ എടുത്തതിന് ശേഷം ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഹീലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ ചോദ്യം തിരിച്ച് ചോദിക്കുമ്പോൾ അവർ ചിരിക്കും. എന്തിനാ ചിരിക്കുന്നതെന്ന് വെച്ചാൽ, അന്ന് ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാതെ തന്നെ അവരിലേക്ക് റേക്കി തന്നെ എത്തിച്ചിട്ടുണ്ടാവും. റേക്കിയിലേക്കൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ഈവൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും പല പല പ്രശ്നങ്ങളുള്ള ആളുകളായിരിക്കും. സാധാരണ ആളുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. പലതരത്തിലാണെന്ന് മാത്രം. എല്ലാവർക്കും ഈശ്വരൻ ഒരുപോലല്ല പരീക്ഷണങ്ങൾ കൊടുക്കുക. കാരണം നമ്മുടെ എല്ലാം കർമ്മ ഡിഫറെൻ്റാണ്. നമ്മുടെ എല്ലാം പാസ്റ്റ് ലൈഫിലുള്ള എക്സ്പീരിയൻസ് ഡിഫറെൻ്റാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും പല പല പ്രശ്നങ്ങളാണ്. ചില ആൾക്ക് സാമ്പത്തികമാവാം, ചില ആൾക്ക് റിലേഷൻഷിപ്പാവാം, ചില ആൾക്ക് രോഗാവസ്ഥകളാവാം. എന്ത് തന്നെയാണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. റേക്കി എന്നത് അതിലൊരു ഉത്തരം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വഴി മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ വരുന്നത്, എങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ ഓവർകം ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ എങ്ങനെ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തെ സഫലീകരിക്കാനുള്ള ഒരു വഴിയാണ് റേക്കി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു വഴി എന്ന് എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, പല പല വഴികളുണ്ട് നമ്മുടെ മുമ്പിൽ. ഈ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ വന്ന പല പല വഴികളുണ്ട്. പല തരത്തിലുള്ള ഹീലിംഗ് ടെക്നിക്സൊക്കെ ഉണ്ട്. റേക്കി മാത്രമൊന്നുമല്ല. എനിക്കറിയുന്നത് റേക്കിയാണ്. അതുകൊണ്ടാണ് ഞാനത് വെച്ച് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ യോഗയൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് അതിലെല്ലാ പ്രശ്നത്തിനും യോഗയിലുണ്ട്. പല പല ആസനങ്ങളുണ്ട്. അത് ഡീപ്പായിട്ട് പഠിച്ചവർക്ക് അറിയാമായിരിക്കും. കാരണം അതിലും ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പോൾ യോഗയിലൊക്കെ ആണെങ്കിലും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ചക്രങ്ങളിൽ തന്നെയാണ്. നമ്മുടെ ചക്രങ്ങളിലുള്ള ബ്ലോക്സാണ് അവിടെയും ഡീപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചക്രങ്ങളിലുള്ള ബ്ലോക്സ് തന്നെയാണ് അവിടെയും റിലീസ് ചെയ്യുന്നത്. അതുപോലെ മെഡിറ്റേഷൻ, എന്തിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്? ധ്യാനാവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോഴും അവിടെയും ക്ലെൻസിങ് ആണ് നടക്കുന്നത്. നമ്മുടെ എല്ലാ ബ്ലോക്സിനെയും റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഏത് വഴികളും നിങ്ങൾ ചൂസ് ചെയ്തോളൂ. പക്ഷേ ഞാൻ ഒരു റേക്കി ടീച്ചറായതുകൊണ്ടാണ് ഇത് വച്ചിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തിനാണ് റേക്കി പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒട്ടുമിക്ക കാര്യം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് അവനുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവൻ തന്നെയാണ്. അയാൾ തന്നെയാണ് അയാളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ,
നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വാക്കുകളായി മാറുന്നത്. നമ്മുടെ വാക്കുകളാണ് നമ്മുടെ പ്രവൃത്തികളായി മാറുന്നത്. ഇതേ പ്രവൃത്തികളാണ് നമ്മുടെ കർമ്മയായും മാറുന്നത്. കേൾക്കുമ്പോൾ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. അതാണ് അതിൻ്റെ സത്യം. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ നിങ്ങൾ പറയുന്നത്. ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല, പക്ഷേ നമ്മുടെ തോട്ട്സിൽ എന്താണോ വരുന്നത് അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടുന്ന് നമുക്ക് ഫസ്റ്റ് മെസ്സേജ് കിട്ടണം എന്താണ് പറയേണ്ടതെന്നുള്ളത്. അപ്പം നമ്മുടെ ചിന്തയിലൂടെയാണ് നമുക്ക് വാക്കുകൾ ഉണ്ടാകുന്നത്. ആ വാക്ക് സരസ്വതിയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? അത്രയും പവറുണ്ട് നമ്മുടെ നാവിൽ നിന്നും വരുന്ന ശബ്ദങ്ങൾക്ക്. നമ്മുടെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കിനും അങ്ങേയറ്റം ശക്തിയുണ്ട്. ഒരു വ്യക്തി അവൻ്റെ ഏറ്റവും ലോ വൈബ്രേഷനിൽ ഇരുന്നു കൊണ്ട് നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് പറയുകയാണെങ്കിൽ അത് തീർച്ചയായും നടന്നിരിക്കും. കാരണം അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓൾറെഡി ലോ വൈബിലാണ്, പ്ലസ് നെഗറ്റീവാണ് പറയുന്നതും കൂടെ. ലോ വൈബിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ഏറ്റവും താഴ്ന്ന എനർജിയിലിരിക്കുന്ന സമയത്ത് നെഗറ്റീവിനെ വളരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു വ്യക്തി അയാളുടെ ഏറ്റവും ഹയർ വൈബിലിരിക്കുന്ന സമയത്ത് പറയുന്ന പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ അതും വളരെ പെട്ടെന്ന് സാധിക്കും. നമ്മുടെ എല്ലാം നാവിന്, നമ്മുടെ എല്ലാം വാക്കുകൾക്ക് അങ്ങേയറ്റം ശക്തിയുണ്ട്. അതാണ് ഈ പറയുന്ന വേർഡ് എനർജി എന്ന് പറയുന്നത്. വേർഡ് എനർജി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അഫർമേഷൻസ് പറയുമ്പോൾ അത് സാധ്യമാവുന്നത്. വേർഡ് എനർജി ഉള്ളത് കൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത്, ജപിക്കുന്ന സമയത്തൊക്കെ ക്ലെൻസിങ് ആണ് നടക്കുന്നത്. നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. സൂക്ഷ്മ ശരീരത്തിലാണ് നമ്മുടെ ചക്രങ്ങൾ, എനർജി സെൻറ്റേഴ്സ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലാണ്. ജപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മന്ത്രോച്ചാരണങ്ങൾ ഉരുവിടുന്ന സമയത്ത് നമ്മുടെ സൂക്ഷ്മ ശരീരം ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ചക്രങ്ങളിലേക്കുള്ള ആ യൂണിവേഴ്സൽ കോസ്മിക് എനർജിയുടെ ഫ്ലോ അധികമാവുകയും നമ്മുടെ ഉള്ളിലുള്ള മാനിഫെസ്റ്റേഷൻ പവർ ഹയർ ആവുകയും ചെയ്യും. നമ്മുടെ വിഷ്വലൈസേഷൻ പവർ ഹയർ ആവും, നമ്മുടെ വേർഡ് എനർജി ഹയർ ആവും. ഒരു സോളിൻ്റെ വൈബ്രേഷനെ ഹയറാക്കി കൊണ്ടുവരാൻ സാധിക്കും. അവരുടെ ഓറ പോലും അത്രയും പോസിറ്റീവായിരിക്കും. നല്ല തേജസ്സുള്ള മനുഷ്യരായിരിക്കും. സ്ഥിരമായി ജപിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല തേജസ്സായിരിക്കും. അപ്പം നമ്മുടെ ചിന്തകളാണ് വാക്കുകളാവുന്നത്. ഈ വാക്കുകൾ പ്രവൃത്തിയായിട്ട് മാറും. പറയുന്ന എല്ലാം പ്രവൃത്തിയാവുക എന്നല്ല, പക്ഷേ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്താണ്, നമ്മുടെ വാക്കുകളാൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് മെജോറിറ്റിയും നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കർമ്മങ്ങളായി മാറുന്നു. അത് സത്കർമ്മങ്ങളും അതുപോലെ തന്നെ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. നാം ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതനുസരിച്ച് കർമ്മയെ നമുക്ക് രണ്ടായി തിരിക്കാം. ചെയ്യുന്ന പ്രവൃത്തി ദുഷ്കർമ്മമാണെങ്കിൽ പലിശയടക്കം നാം അത് അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യം സത്കർമ്മമാണെങ്കിൽ അവിടെയും നമുക്ക് എന്താണോ നാം ചെയ്ത സത്കർമ്മം അതിനെ 100 ഇരട്ടിയാക്കി യൂണിവേഴ്സ് നമുക്ക് തിരിച്ചു തരും. അപ്പം ഇവിടെ എൻ്റെ ഒരു അറിവ് വച്ചിട്ട് നമുക്ക് റേക്കി അറ്റ്യൂൺമെൻറ്റൊക്കെ എടുക്കാൻ കഴിയുന്നത്, നമ്മൾ ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ മാറുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശ്വരൻ നമുക്ക് തരുന്നൊരു വഴിയാണ് റേക്കി എന്ന് പറയുന്നത്. ഒരു പുണ്യമാണ്, ഒരു അനുഗ്രഹമാണ്. ഈ ഒരു ബ്ലെസ്സിങ് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം ചോദിച്ച പോലെ റേക്കി എന്തിനാണ് പഠിക്കുന്നത്, റേക്കി പഠിച്ചാൽ
നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുമോ എന്ന് ചോദിച്ച ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. മാറ്റം വരും. എങ്ങനെയാണ് ആ മാറ്റം വരുന്നതെന്ന് വെച്ചാൽ, ഓരോ ദീക്ഷയും നിങ്ങളെ കൂടുതൽ കൂടുതൽ ആ കോസ്മിക് എനർജിയുമായി കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദീക്ഷ എടുത്ത ആളുകൾക്കറിയായിരിക്കും, ഫസ്റ്റ് ലെവൽ അറ്റോൺമെൻറ്റ് എടുത്തതും സെക്കൻഡ് ലെവൽ അറ്റോൺമെൻറ്റ് എടുത്തതുമായ സ്റ്റുഡൻസ് എൻ്റെ തന്നെ സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കറിയായിരിക്കും രണ്ട് ദീക്ഷയും തമ്മിൽ എന്തുമാത്രം വ്യത്യാസപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അത്രയും ഹൈ ആയ ആ ഒരു കോസ്മിക് എനർജിയെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ ബാഡ് കർമാസും റിലീസ് ചെയ്യുകയും നിങ്ങളുടെ ചക്രങ്ങളെ ശുദ്ധീകരിക്കുകയും ആ ബ്ലോക്സ് എല്ലാം മാറ്റി ആ കോസ്മിക് എനർജി നിങ്ങളിലേക്ക് അതിശക്തമായി പ്രവഹിപ്പിക്കുകയാണ് ദീക്ഷയിലൂടെ ചെയ്യുന്നത്. ഇങ്ങനെ ദീക്ഷ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ നിമിഷം തൊട്ട് നിങ്ങൾ ആ യൂണിവേഴ്സൽ എനർജിയുടെ കോസ്മിക് എനർജിയുടെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. അതായത് അധികമായി നിങ്ങളിലേക്കത് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഈ അധികമായി ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചക്രങ്ങളൊക്കെ നമ്മൾ ഡെയിലി സെൽഫ് ഹീലിംഗ് ചെയ്യും. റേക്കി പഠിച്ച ആളുകൾക്കറിയായിരിക്കും, ഡെയിലി നമ്മൾ സെൽഫ് ഹീലിംഗ് ചെയ്യും. ഈ സെൽഫ് ഹീലിംഗ് ചെയ്യുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഓരോ സ്ഥലത്ത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്ത് കൈകൾ വെച്ച് നമ്മൾ ഹീലിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഈ കൈ വെക്കുന്ന പോയിൻറ്റ്സിനെല്ലാം പ്രത്യേകതകളുണ്ട്. പലരും എൻ്റെ അടുത്ത് ചോദിക്കും, 7 ചക്രങ്ങൾ മാത്രം കൊടുത്താൽ പോരാ. 7 ചക്രങ്ങൾ നിങ്ങളുടെ മേജർ ചക്രാസാണ്. അത് കൂടാതെ മൈനർ ചക്രാസ്, മൈക്രോ ചക്രാസൊക്കെ ഉണ്ട്. 576 ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇതിൽ ആ മൈനർ ചക്രാസിലൊക്കെ നമ്മൾ എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പോയിൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തിനാണ് റേക്കി പഠിക്കുന്നതെന്നും എങ്ങനെയാണ് റേക്കി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതെന്നും. കാരണം ഓരോ പോയിൻറ്റിലും ഫിസിക്കൽ കണക്ഷനുണ്ട്, ഇമോഷണൽ കണക്ഷനുണ്ട്, മെൻ്റൽ കണക്ഷനുണ്ട്, സ്പിരിച്വൽ കണക്ഷനുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരികവും മാനസികവും വൈകാരികവും സാമ്പത്തികവും എന്ന് വേണ്ട ആത്മീയവുമായ എല്ലാ തലങ്ങളിലും ഈ പോയിൻറ്റ്സ് എല്ലാം കണക്റ്റഡാണ്. സോ ഈ പോയിൻറ്റ്സിലെല്ലാം അധികമായി ആ ദൈവിക ഊർജം പ്രവഹിക്കുന്നതോടൊപ്പം നിങ്ങളിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. എങ്ങനെയാണ് ആ മാറ്റം വരുന്നത്? ആലോചിച്ച് നോക്കൂ. അധികമായി ആ എനർജി പ്രവഹിക്കുന്ന സമയത്ത് എന്താണോ അവിടെയുള്ള ബ്ലോക്സ്, ആ ബ്ലോക്സ് റിലീസാവും. ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉള്ള വ്യക്തിക്ക് അധികമായ ആ ദൈവിക എനർജി നിങ്ങളിലേക്ക് പ്രവഹിക്കുന്ന സമയത്ത് നിങ്ങൾ സെക്യൂർഡാണ് എന്ന ഫീലിങ്സ് വരാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിൽ ധൈര്യം വരാൻ തുടങ്ങും. പല പല രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോൾ, ഈവൻ നിങ്ങൾ സെൽഫ് ഹീലിംഗ് ചെയ്യുമ്പോൾ പോലും അവിടെ ഒരു പ്രശ്നം വരുന്നത് പോലും നിങ്ങളുടെ ചക്രങ്ങളിലുള്ള ബ്ലോക്സ് കൊണ്ടാണ്, നിങ്ങളുടെ കർമ്മ കൊണ്ടാണ്. നിരന്തരമായി നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചക്രങ്ങളിൽ, നമ്മുടെ ഓരോ സെല്ലിലും DNA-യിലും അടങ്ങിയിട്ടുള്ള എല്ലാ കർമ്മങ്ങളെ കൂടിയാണ് റേക്കി എനർജി ക്ലെൻസ് ചെയ്ത് കളയുന്നത്. സ്വാഭാവികമായും നമ്മുടെ ബാഡ് കർമ്മ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുള്ളായി മാറാൻ തുടങ്ങും. നമ്മളോട് ഏറ്റവും അധികം കാർമിക് ക്യാരക്ടർ കാണിക്കുന്ന ഒരുപാട് ട്രിഗേഴ്സ് തരുന്ന വ്യക്തികളുണ്ടാവും. ആ വ്യക്തികളുടെ സ്വഭാവം പോലും മാറിപ്പോവും. സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാവും. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മളിലേക്ക് വരാൻ തുടങ്ങും. അത് പണമായിക്കൊള്ളട്ടെ, ബന്ധങ്ങളായിക്കൊള്ളട്ടെ, പൂർണ്ണ ആരോഗ്യമായിക്കൊള്ളട്ടെ, വരുമാനം, ജോലി, എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവാൻ തുടങ്ങും. ഈ അനുകൂല സാഹചര്യങ്ങളോടൊപ്പം വരാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവ് കൂടി റേക്കി നിങ്ങൾക്ക് തരും. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ഒരു വ്യക്തി നിങ്ങളെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കാണാനിടയുണ്ടെങ്കിൽ, വളരെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരും, ഈ വ്യക്തി നമ്മളെ കാണാൻ പോവുകയാണ്,
നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ പോലും അറിയാതെ നമ്മളത് മനസ്സിലാക്കാൻ തുടങ്ങും, അറിയാൻ തുടങ്ങും. അതുപോലെ പ്രൊട്ടക്ഷൻ, കോസ്മിക് എനർജി അധികമായി നമ്മളിലേക്ക് ഒഴുകുന്ന സമയം തൊട്ട് നമ്മുടെ ഓറ സ്ട്രെങ്തൻ ആവാൻ തുടങ്ങും. ഓറയുടെ 7 ലെയേഴ്സും സ്ട്രെങ്തൻ ആവാൻ തുടങ്ങും. അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സ് ശക്തിയേറിയതാവും, വൈകാരിക തലങ്ങൾ ശക്തിയേറിയതാവും, അവൻ്റെ ശരീരം ശക്തിയേറിയതാവും എന്ന് വേണ്ട ഒരു ദൈവിക കവചം തന്നെ നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ടാവും. ദൃഷ്ടിദോഷം വധിക്കില്ല, വാഗ്ദോഷം വധിക്കില്ല. അതുപോലെ തന്നെ പല പല നെഗറ്റീവ് എനർജീസ് ഉണ്ട്, അറിയാലോ. ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. എന്തുകൊണ്ടാണ് ബാധിക്കാത്തതെന്ന് വെച്ചാൽ, കൃത്യമായിട്ട് നിങ്ങൾ റേക്കി ചെയ്യുന്ന സമയത്ത് നമ്മിലൂടെ, നമ്മുടെ ഓരോ കോശങ്ങളിലൂടെയും നാഡികളിലൂടെയും ശ്വാസത്തിലൂടെയും എല്ലാം റേക്കി പ്രവർത്തിക്കാൻ തുടങ്ങും. ഇപ്പോഴൊക്കെ നമ്മൾ ഹീൽ ചെയ്യുന്ന അപ്പോൾ മാത്രം എന്നല്ല, സദാസമയം നിങ്ങളൊരു ചാനലായി കഴിഞ്ഞാൽ സദാസമയം നിങ്ങളിൽ റേക്കി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഓട്ടോമാറ്റിക്കലി എന്താ അവിടെ സംഭവിക്കുന്നത്? നിങ്ങളുടെ ജീവിത സാഹചര്യം എല്ലാം നിങ്ങൾക്ക് അനുകൂലമാവുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും. റേക്കി പ്രൊട്ടക്ഷൻ തരും, ഒരാപത്തും വരാതെ. നമുക്ക് ബുദ്ധിമുട്ട് തരുന്ന വ്യക്തികൾ പോലും, അതിനുള്ള സാഹചര്യങ്ങൾ പോലും നമ്മുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കും. റേക്കി പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വരുന്ന ആളുകൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, റേക്കി പഠിച്ചതിന് ശേഷം എൻ്റെ കുറേ സുഹൃത്തുക്കൾ അങ്ങ് പോയി. അതെന്താ മാം അങ്ങനെ സംഭവിച്ചതെന്ന്? ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നുള്ളൂ, അവർ നിങ്ങളുടെ കൺമുമ്പിൽ മാത്രമാണ് നല്ല സുഹൃത്തുക്കൾ. ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവരായിരിക്കാം. അതുകൊണ്ടാണ് യൂണിവേഴ്സ് അവരെ എടുത്തു മാറ്റുന്നത്. അപ്പോൾ റേക്കി എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ തലങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ റേക്കി നമ്മളെ സഹായിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കും. ഇതിൽ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഇവിടെ നിങ്ങളൊരു റേക്കി ചാനലാവുക എന്നുള്ളത് എൻ്റെയോ നിങ്ങളുടെയോ ആഗ്രഹമോ തീരുമാനമോ അല്ല. ഒരാളെ റേക്കി പഠിക്കാൻ യൂണിവേഴ്സ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ്. ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും എപ്പോഴും പറയും, നിങ്ങൾ റേക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിനോടൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്വം? നാം സ്വയം ഹീൽ ചെയ്യുന്നതിലൂടെ നമുക്ക് മാറ്റം വരും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾക്ക് ഹീലിംഗ് കൊടുക്കുക, പക്ഷി മൃഗാദികൾക്ക് ഹീലിംഗ് കൊടുക്കുക. ഈ യൂണിവേഴ്സിന് തന്നെ ഹീലിംഗ് ആവശ്യമാണ്. അതായത് എർത്ത് പ്ലാനറ്റിനൊക്കെ നമുക്ക് എനർജി കൊടുക്കാൻ പറ്റും. അതൊക്കെ വലിയ കാര്യമാണ്. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഡീപ്പായിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കും. അതിൻ്റെ ഗുണങ്ങളും ഭാഗ്യങ്ങളും വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ ഞാൻ റേക്കി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അത്രയേറെ മാറ്റങ്ങൾ അവരിൽ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റേക്കി എന്നിലൂടെ സാധിപ്പിക്കുന്നുണ്ട്. അത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നതിലൊരു 99% സ്ത്രീകളാണ്. പുരുഷന്മാർ വളരെ കുറവാണ്. സ്ത്രീകളാണ് കൂടുതലായും പഠിക്കാൻ വരുന്നത്. കാരണം അവരുടെ പ്രയാസങ്ങൾ കൊണ്ട്. ഇതിൽ പലരും സ്വന്തം കാലം നിൽക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. എല്ലാവരും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുക, മക്കളെ ഡിപ്പെൻഡ് ചെയ്യുക. ഇന്നെൻ്റെ ശിഷ്യരിൽ പലരും സ്വന്തമായി ഏൺ ചെയ്യാൻ പോലും തുടങ്ങി. കാരണം അവർക്കൊരു വാല്യൂ ഉണ്ടെന്നും അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി ഏൺ ചെയ്യണം. അതിന് പ്രായം എന്നതൊരു ഘടകമേ അല്ല എന്നവർ മനസ്സിലാക്കി. ഏജ് എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമാണെന്ന് അവർ മനസ്സിലാക്കി. അവരുടെ ആത്മശക്തി വർദ്ധിപ്പിച്ചു. അവർക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാനുള്ള ആ ഒരു ശക്തി, എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെയാണ് ഏത് കാര്യം ചൂസ് ചെയ്യണം, അവരുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ ടാലൻറ്റും ഒക്കെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു.
നമ്മളിൽ നിക്ഷിപ്തമാക്കിയ ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളെല്ലാം പൊടി തട്ടി പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ആ കഴിവുകളെ തന്നെ വരുമാനമാക്കി മാറ്റാനുള്ള സാധ്യതകൾ ഞാൻ അവരുടെ മുമ്പിൽ ഓപ്പൺ ചെയ്തു കൊടുത്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ അവസരങ്ങൾ അനവധിയാണ്. നമ്മൾക്ക് എന്താണ് കഴിവുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ആ കഴിവുകളൊക്കെ പുറത്തെടുക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരും, റേക്കി കൊണ്ടുവരും, യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരും. അതുകൊണ്ട് തന്നെ റേക്കി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കും. ഒരുപാട് പേര് റേക്കി പഠിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരാറുണ്ട്. അതായത് മെയിൽ അയക്കും, അല്ലെങ്കിൽ ഫോൺ ചെയ്തൊക്കെ പറയും നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പറയും, റേക്കി പഠിക്കുമ്പോൾ ഒരിക്കലും അത് ഒരു ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് പഠിച്ചു അതുകൊണ്ട് എനിക്കും പഠിക്കണം, ഞാൻ കുറച്ച് നാളായി വീഡിയോ കാണുന്നു അതുകൊണ്ട് എനിക്കും പഠിക്കണം, ആ ഒരു തീരുമാനമായിട്ടല്ല വരേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയല്ല കാണേണ്ടത്. നിങ്ങൾ അങ്ങനെ റേക്കിയെ പറ്റി അറിയുന്നത് പോലും യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതാണ്. പക്ഷേ അതിനെ ഒരു ലാഘവത്തോടെ കാണാതിരിക്കുക. അത് അത്രയും വലിയൊരു ഡിവൈൻ എനർജിയാണ്. ആ എനർജി നിങ്ങളുടെ മുമ്പിലൊന്ന് വന്നു പോകുന്നുണ്ടെങ്കിൽ പോലും അതിന് പോലും ഒരു കാരണമുണ്ടാവും. എന്താണ് ആ കാരണമെന്ന് അന്വേഷിക്കാനും എന്തിനാണ് ഞാനിത് കണ്ടതെന്ന് മനസ്സിലാക്കാനും നിങ്ങൾ തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് റേക്കിയുടെ ലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുവരും. അതിവിശാലമായ അങ്ങേയറ്റം സന്തോഷവും സമാധാനവും സകല സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നൊരു വിശാലമായ ലോകമാണ് റേക്കി എന്ന് പറയുന്നത്. സോ എന്തിനാണ് റേക്കി പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് വെറുതെ ഒരു കോഴ്സ് പഠിച്ച് പോവുക എന്ന രീതിയിലല്ല. നിങ്ങളുടെ സെൽഫ് ഹീലിങ്ങിലൂടെ മാത്രം നിങ്ങൾക്ക് ഉയർന്നു വരാൻ സാധിക്കും. ആ രീതിയിലേക്കാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതിൽ മെഡിറ്റേഷനും കൂടെ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. റേക്കി ചെയ്യുന്ന സമയത്ത് മെഡിറ്റേഷനും കൂടെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അത് ആക്ച്വലി റേക്കിയുടെ ഭാഗമല്ല, പക്ഷേ അതും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ പഠിക്കുന്നത് ഒരു സാധാരണ കോഴ്സല്ല. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളെ ആത്മീയമായി ഉയർത്താനുള്ളൊരു വഴിയിലേക്ക് ഈശ്വരനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ അവിടെ ഒരു മാധ്യമം മാത്രമാണ്. അപൂർണ ബോധത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നതും നിങ്ങളെ പഠിപ്പിക്കുന്നതും നിങ്ങൾക്ക് ദീക്ഷ തരുന്നതുമെല്ലാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ വെച്ചിട്ട് 4 പേർക്ക് സെക്കൻഡ് ലെവലിൻ്റെ ഡയറക്റ്റ് ദീക്ഷ കൊടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, 4 ദീക്ഷ ഒരുമിച്ച് കൊടുക്കാൻ പറ്റുമോ? എനിക്കും അറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഫസ്റ്റ് ലെവൽ ദീക്ഷയെക്കാളും കുറച്ചുകൂടി ലെങ്തിയാണ് സെക്കൻഡ് ലെവൽ ദീക്ഷ. അത്രയും സിമ്പിൾസ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട്. പക്ഷേ ഞാൻ അവിടെ ആ എനർജിക്കാണ് അത് സമർപ്പിച്ചത്. ഞാനല്ല ചെയ്യുന്നത്, റേക്കിയാണ്. അതുകൊണ്ട് തന്നെ ആ 4 ദീക്ഷ കഴിഞ്ഞിട്ടും എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ക്ഷീണമോ തളർച്ചയോ ഒന്നും തോന്നിയില്ല. എങ്ങനെയാണോ രാവിലെ ഞാൻ ഉറക്കം എഴുന്നേറ്റ് എനർജറ്റിക് ആയിട്ടുണ്ടായിരുന്നത്, ആ ക്ലാസ് കഴിഞ്ഞ് തീരുന്നത് വരെയും ഞാൻ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ നിങ്ങളെ എൻ്റെ മുമ്പിൽ എത്തിച്ചത് റേക്കിയാണ്. റേക്കി തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ദീക്ഷ തരുന്നതുമെല്ലാം ആ ഡിവൈൻ എനർജിയാണ്. ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, റേക്കി പഠിക്കണമെന്ന് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ റേക്കി പഠിക്കണം. എൻ്റെ അടുത്ത് തന്നെ പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഏത് ഗുരുവിനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ ആ പഠിക്കുന്ന കാര്യത്തെ ആത്മാർത്ഥതയോടെ സമർപ്പണ ബോധത്തോടെ നിങ്ങൾക്ക് കിട്ടിയ ഈശ്വരൻ നിങ്ങളുടെ കൈകളിലേക്ക് തരുന്ന വരദാനമാണ് അതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറി മറിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഉയർത്താൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു.